നമുക്ക് 5th ചാപ്റ്ററിലേക്ക് പോയാലോ? 5th ചാപ്റ്ററിൻ്റെ പേരാണ് മിഠായി. മിഠായി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്സ്. എല്ലാവർക്കും സ്വീറ്റ്സ് ഇഷ്ടമല്ലേ? അപ്പോൾ ഇവിടെ സ്വീറ്റ്സ് കഴിക്കാൻ കൊതി തോന്നിയ ഒരു ഡോങ്കിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നില്ലേ, എന്താണ്? ഡോങ്കി സ്വപ്നം കാണുകയാണ് ഒരു പാത്രം നിറയെ സ്വീറ്റ്സ്. एक दिन गधे का मन मिठाई खाने का हुआ. ഒരു ദിവസം ഗധേ കാ മൻ, ഗധേ എന്ന് ഗധ എന്ന് പറഞ്ഞാൽ ഡോങ്കി. അപ്പോൾ ഗധേ കാ മൻ മിഠായി ഖാനെ കാ ഹുവ. ഒരു ദിവസം ഡോങ്കിക്ക് മിഠായി കഴിക്കാൻ ഭയങ്കര കൊതിയായി. ഗധേനെ അപ്നെ മിത്രോം സെ കുച്ച് മീഠാ ഖാനെ കോ മാംഗ. അപ്പോൾ ഗധയ്ക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ. അപ്പോൾ എന്താ ചെയ്തത് ഗധ? നേരെ പോയി അപ്നെ മിത്രോം സെ, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുച്ച് മീഠാ ഖാനേക്കോ മാങ്ക, എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. കുച്ച് മീഠ, കുറച്ച് മധുരം, ഖാനേക്കോ മാങ്ക, തരുമോ എന്ന് ചോദിച്ചു. ഡോങ്കി ആദ്യം തന്നെ ചെന്നത് ഒരു ബേറിൻ്റെ അടുത്താണ്. ബേറിന് ഹിന്ദിയിൽ എന്താ പറയുക? ബാലു. ബാലുനെ കഹാ ഷഹദ് ഖാലോ. ഷഹദ് എന്ന് പറഞ്ഞാൽ ഹണി. അപ്പോൾ ബാലു പറഞ്ഞു ഷഹദ് ഖാലോ, ഹണി കഴിച്ചോളൂ. ഗധേനെ മനാ കർ ദിയ. ഗധ അതിനെ നിരസിച്ചു. എനിക്കിത് വേണ്ട, എനിക്കിതല്ല വേണ്ടത്, വേണ്ട എന്ന് പറഞ്ഞു. അടുത്തതായി പോയത് ഒരു റാബിറ്റിൻ്റെ അടുത്താണ്. എന്നിട്ട് റാബിറ്റിനോടും പറഞ്ഞു എനിക്ക് എന്തെങ്കിലും മധുരം കഴിക്കാൻ തരുമോ എന്ന്. അപ്പോൾ റാബിറ്റ് എന്താ കൊടുക്കുന്നത് നോക്കാം. ഖർഗോഷിനെ കഹാ. ഖർഗോഷ് എന്ന് പറഞ്ഞാൽ റാബിറ്റ്. ഗാജർ ഖാലോ. ഗാജർ എന്നാൽ ക്യാരറ്റ്. അപ്പോൾ ഈ ക്യാരറ്റ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗധയുടെ ഫേസ് നോക്കിയേ, ഗധയ്ക്ക് ഭയങ്കര വിഷമമായില്ലേ. വേണ്ട വേണ്ട, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. ഗധേനെ മനാ കർ ദിയ. അടുത്തതായി പോയത് ഒരു ഉറുമ്പിൻ്റെ അടുത്താണ്. ഉറുമ്പ്, ചീട്ടി. അപ്പോൾ ചീട്ടേനെ കഹാ ഗുഡ് ഖാലോ. ഗുഡ് എന്ന് പറഞ്ഞാൽ ശർക്കര. അപ്പം ഉറുമ്പ് പറഞ്ഞു ഈ ശർക്കര കഴിച്ചോളൂ എന്ന്. പക്ഷേ ഡോങ്കിക്ക് അതും വേണ്ട. ഗധേനെ മനാ കർ ദിയ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം നേരെ പോയത് ഒരു ആനയുടെ അടുത്താണ്. എലിഫൻറ്റ്, ഹാത്തി. ഹാത്തീനെ കഹാ, എലിഫൻറ്റ് പറഞ്ഞു ഗന്ന ഖാലോ. ഗന്ന എന്നാൽ ഷുഗർ കെയിൻ അല്ലെങ്കിൽ കരിമ്പ്. ഓക്കെ, ഈ കരിമ്പ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഗധേനെ മനാ കർ ദിയ. ഗധയ്ക്ക് അതും വേണ്ട. എന്നിട്ട് വിഷമത്തോടെ നേരെ പോയത് ഒരു അണ്ണാൻ കുഞ്ഞിൻ്റെ അടുത്താണ്. അണ്ണാൻ അല്ലെങ്കിൽ സ്ക്വിറൽ. സ്ക്വിറലിന് എന്താ പറയുക? ഗിൽഹരി. ഗിൽഹരീനെ കഹാ ആം ഖാലോ. ആം എന്ന് പറഞ്ഞാൽ മാംഗോ. ഈ മാങ്ങ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഗധേനെ മനാ കർ ദിയ. എനിക്ക് ഇതും വേണ്ട എന്ന് പറഞ്ഞു നമ്മുടെ ഡോങ്കി. അങ്ങനെ പോകുമ്പോൾ ഡോങ്കി ഒരു പൂച്ചയെ കണ്ടു. പൂച്ചയോട് ചോദിച്ചു, പൂച്ചയെടുത്തും ചോദിച്ചു. അപ്പോൾ ബില്ലി ബോലി. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച. പൂച്ച പറഞ്ഞു ഹൽവായിക്ക് ദുക്കാൻ പർ ചലോ. ഹൽവായിക്ക് ദുക്കാൻ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഷോപ്പ്. സ്വീറ്റ് ഷോപ്പിലേക്ക് പോയിക്കൊള്ളൂ. ഗധയ്ക്കോ യേ ബാത് പസന്ത് ആ ഗയി. ഈ കാര്യം ഗധയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. യേ ബാത് പസന്ത് ആ ഗയി. പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമായി. അങ്ങനെ ഡോങ്കിയും ഡോങ്കിയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി നേരെ എവിടേക്കാണ് പോയത്? സ്വീറ്റ് ഷോപ്പിലേക്ക് പോയി. അതെ, തബ് സബ് സാത്ത് സാത്ത് മിഠായി ഖാനെ കെ ലിയേ ചൽ പടേ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് മിഠായി കഴിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. കണ്ടില്ലേ എത്ര ഹാപ്പി ആയിട്ടാണ് അവർ സ്വീറ്റ് ഷോപ്പിലേക്ക് പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. എല്ലാവരും ഒന്നുകൂടി നന്നായിട്ട് ഈ സ്റ്റോറി വായിച്ചു നോക്കണം കേട്ടോ. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. കിസേ ഖാനെ മേ ക്യാ പസന്ത് ഏ? രേഖ ഖീച്ച് കർ മിലായേ. ഇവിടെ കുറേ ആനിമൽസിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ഓരോന്നും എന്ത് കഴിക്കാനാണ് ഇഷ്ടമെന്നുള്ളത് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഫസ്റ്റ് ആരാ? ബാലു. ബാലുവിന് എന്താ ഇഷ്ടം? ഹണി, ഷഹദ് ഖാനെ കാ പസന്ത് ഹേ. അടുത്തത് റാബിറ്റ്. റാബിറ്റിന് എന്താണ് ഇഷ്ടം? ഗാജർ, ക്യാരറ്റ് കഴിക്കാനാണ് ഇഷ്ടം. ഹാത്തി, ആനയ്ക്കോ? ഖന്ന, ഷുഗർ കെയിൻ കഴിക്കാനാണ് ഇഷ്ടം.
നെക്സ്റ്റ് ഗിൽഹരി. ഗിൽഹരിക്ക് ആം, മാമ്പഴമാണ് ഇഷ്ടം. അടുത്തത് नीचे दी हुई वस्तुओं को पहचान कर उनके नाम बताइए और पढ़ने का प्रयास कीजिए. താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് ഉറക്കെ വായിക്കണം, എന്നിട്ട് അതിൻ്റെ മനസ്സിലാക്കണം. ഫസ്റ്റ് എന്താ? ഡോങ്കി. ഡോങ്കിയുടെ പേരെന്താ? ഡോങ്കിക്ക് എന്താ ഹിന്ദിയിൽ പറയാ? ഗധ. നെക്സ്റ്റ് സ്വീറ്റ്. ഉണ്ടോ? സ്വീറ്റ് ബോക്സ് കണ്ടല്ലോ. സ്വീറ്റിന് എന്താ ഹിന്ദിയിൽ പറയാ? മിഠായി. നെക്സ്റ്റ് എലിഫന്റ്. ആനയാണല്ലേ. ആനയുടെ ഹിന്ദി എന്താ? ഹാത്തി. ഓക്കെ. അടുത്തത് ഇസ് കഹാനി മേ കോൻ കോൻ സെ ജാൻവർ ഹേ. ഈ കഥയിൽ ഏതൊക്കെ ആനിമൽസ് ഉണ്ട്? ഏതൊക്കെ ആനിമൽസ് ആയിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഏതൊക്കെയായിരുന്നു? ഗധ, നമ്മുടെ ഡോങ്കി, പിന്നെ ബെയർ, പിന്നെ ഉറുമ്പ്, പിന്നെ ആന, പിന്നെ റാബിറ്റ്, പിന്നെ അണ്ണാൻ, പിന്നെ ബില്ലി. ഏതെങ്കിലും വിട്ടുപോയോ? അപ്പം നിങ്ങൾ നോക്കിയിട്ട് എല്ലാ ആനിമൽസും ഏതൊക്കെയായിരുന്നു എന്നൊന്ന് ഓർക്കുക. കിനി 3 ജാൻവറോ കെ നാം ലിഖിയേ. അപ്പോൾ ഇവിടെ താഴെ ഒരു 3 ഡാഷ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 3 ജാൻവറിൻ്റെ പേര് ആ ചാപ്റ്ററിൽ നോക്കിയിട്ട് ഇവിടെ നിങ്ങളുടെ ബുക്കിൽ ഫില്ല് ചെയ്യണം കേട്ടോ. ഒരു ആനിമലിൻ്റെ പേര് ഗധ, അടുത്തത് ഹാത്തി. ഇനി ഏതെങ്കിലും ഒന്ന് ചാപ്റ്ററിൽ നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഫില്ല് ചെയ്യണം കേട്ടോ. സഹി യാ ഗലത്, ശരി അല്ലെങ്കിൽ തെറ്റ്. അപ്പം ഇവിടെ വാക്യോം കെ സാമനെ ടിക് കാ ചിഹ്ന ലഗാക്കർ ബതായേ. അപ്പോൾ ഇവിടെ 4 വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെൻറ്റൻസ് കറക്റ്റ് ആണോ റോങ് ആണോ എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്താ? ഗധേനെ ബില്ലിക്ക് ബാത് മാൻ ലി. ഗധ ബില്ലി പറഞ്ഞ കാര്യം അനുസരിച്ചു. അത് ഓക്കെ ആയിരുന്നു. ഗധയ്ക്ക് ഓക്കെ ആയിരുന്നോ? അതെ, ഓക്കെ ആയിരുന്നു. അപ്പോൾ സഹി. ഇനി ഖർഗോഷിനെ ആം ഖാനെ കോ കഹ. ഖർഗോഷ് ആരാണ്? മുയലാണല്ലേ. മുയൽ ആം ഖാനെ കോ. ആം എന്ന് പറഞ്ഞാൽ മാംഗോ. മാംഗോ ആയിരുന്നോ കഴിക്കാൻ പറഞ്ഞത്? അല്ല, ഗാജർ, അതായത് ക്യാരറ്റാണ് കഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് തെറ്റാണ്, ഗലത്. ഹാത്തിനെ കുച്ച് നഹി കഹ. ഹാത്തി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ആയിരുന്നോ? അല്ലല്ല, ഹാത്തി ഖന്ന ഷുഗർ കെയിൻ കഴിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് തെറ്റാണ്, ഗലത്. സബീനെ ഗധയ്ക്ക് സഹായത കർനെ കാ പ്രയത്ന കിയ. എല്ലാവരും ഡോങ്കിയെ ഹെൽപ്പ് ചെയ്യാൻ, സഹായത കർനെ കാ പ്രയത്ന കിയ, എല്ലാവരും ഡോങ്കിയെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ശരിയാണല്ലേ. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ ഡോങ്കിയുടേത്. അപ്പോൾ എല്ലാവരും ഡോങ്കിയെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് സഹി. അടുത്തത് നീച്ചെ ദീ ഗൈ കവിതാओं को പഠിയേ. ഇവിടെ 2 ചെറിയ കവിതകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒരു കവിത ഇതാണ്, ഒരു കവിത ഇതാണ്. ഈഖ് ഖേദ് മേ ബോലി. ഇവിടെ ഒരു ഈഖ് ഖേദ് കൊടുത്തിട്ടുണ്ട്. ഈഖ് ഖേദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷുഗർ കെയിൻ്റെ തോട്ടം. ഈഖ് എന്ന് പറഞ്ഞാൽ ഷുഗർ കെയിൻ. ഈഖ് ഖേദ് മേ ബോലി അപ്നെ പാസ് വാലി ഈഖ് സേ മേരെ ഊപ്പർ ക്യൂ ഗിർത്തി ഹോ ഘടി രഹോ നാ ടേക്ക് സേ. അതായത് ഒരു ഈഖ് ഖേദിൽ ഒരു ഈഖ് പറയാണ്, അപ്നെ പാസ് വാലി ഈഖ് സേ. ഒരു ഈഖ് മറ്റേ ഈഖിനോട് എന്താ പറയുന്നത്? മേരെ ഊപ്പർ ക്യൂ ഗിർത്തി ഹോ, എൻ്റെ മുകളിൽ എന്തിനാണ് വീഴുന്നത്? ഘടി രഹോ നാ ടേക്ക് സേ, നേരെ നിൽക്കൂ, നിനക്ക് നേരെ നിന്നൂടെ, ടേക്ക് സേ കറക്റ്റായിട്ട് നിന്നൂടെ എന്ന്. അടുത്ത കവിത. ഇംലി കെ ഢാൽ പർ. ഇംലി എന്ന് പറഞ്ഞാൽ പുളിമരം, പുളിയാണ് ഇംലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഢാൽ പർ ഒരു പുളിയുടെ മരത്തിൻ്റെ ചില്ലയാണ്. ഢാൽ പർ ബൈട്ടി ദി ചിടിയ. ഇരിക്കുകയായിരുന്നു ആര്? ഒരു പക്ഷിക്കുട്ടി. കണ്ടില്ലേ, ഒരു പക്ഷിക്കുഞ്ഞ് ഇരിക്കുകയാണ്. ബൈട്ടി ദി ചിടിയ. ഖാ രഹി ദി ഇംലി. പക്ഷി എന്താ കഴിക്കുന്നത്? ഇംലിയാണ്. നല്ല പുളി കഴിച്ചുകൊണ്ടിരിക്കുക. ദേഖ് രഹി ദി മുനിയ.
മുനിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ആയിരിക്കും. മുനിയ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇംലി കെ ढाल पर बैठी दी चिड़िया खा रही थी इमली देख रही थी मुनिया. खोजे जाने अपने घर के आसपास अपने परिवार के लोगों के साथ घूमिए. നിങ്ങളുടെ വീടിൻ്റെ ആസ്പാസ്, വീടിൻ്റെ അടുത്തടുത്ത് അടുത്തെവിടെയെങ്കിലും അപ്പനെ പരിവാർ കെ ലോഗോं के साथ, വീട്ടിലുള്ള ആൾക്കാരുടെ കൂടെ ഘൂമിയേ, എവിടെയെങ്കിലുമൊക്കെ പോയി സ്വന്തം വീട്ടിൻ്റെ പരിസരത്തൊക്കെ പോയി ഒന്ന് നടക്കൂ. ചോട്ടെ ചോട്ടെ കീടോം മക്കോടോം ജാൻവരോം ക്യോ ദേക്കിയേ. അപ്പോൾ ചെറിയ ചെറിയ ജീവികളോ പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടാവില്ലേ, അത് അവരെയൊക്കെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. वे क्या करते हैं, क्या खाते हैं, कितने अलग अलग रंग के हैं. അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അവർ കഴിക്കുക, അല്ലെങ്കിൽ അവർ അലഗ് അലഗ് രംഗ്, എത്ര വ്യത്യസ്തമായ കളറുകളിലാണ് അവരുള്ളത്. ആദി വിശേഷതാവും പർ ധ്യാൻ ദീജിയേ. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കൂ. ഘർ ആക്കർ ഇൻകെ ചിത്ര ബനായിയേ और कुछ शब्द भी लिखना चाहे तो अवश्य लिखिए. വീട്ടിൽ വന്നിട്ട് അവയുടെ ചിത്രം വരയ്ക്കുക. അപ്പോൾ വീടിൻ്റെ ചുറ്റുപാടൊക്കെ പോയിട്ട് അവിടെ കാണുന്ന ചെറിയ ചെറിയ ജീവികളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ചിത്രം വരച്ചിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ അതും എഴുതാം. അഗലേ ദിൻ കക്ഷാമേ സബിക്ക് സാത്ത് സാഞ്ചാ കീജിയേ. അടുത്ത ദിവസം ക്ലാസ്സിൽ പോയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കൂ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് മിഠായി. എല്ലാവരും വായിച്ചു നോക്കണം. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ബൈ.